ഈ ഭരണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ട്രംപ് വീഴും. അത് ഉറപ്പാണ്. അത് ചിലപ്പോൾ ഒരു ആപത്തായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആയുധങ്ങളില്ലാതെ ഓരോ വ്യക്തികളെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഭൂമിയിൽ പലർക്കുണ്ടെന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കി പോകണം. അമേരിക്ക ഒരു പക്ഷേ ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി വെച്ച് തരുന്നുണ്ട്, അമേരിക്കയുടെ വിനാശം സുനിശ്ചിതമാണ്. ഇവിടെ നമുക്ക് വളരേണ്ടുന്ന മതമല്ല, മനുഷ്യരാശികളെയാണ് വളർത്തേണ്ടുന്നത്. ഇന്ത്യയെ ആര് ദ്രോഹിക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ സഹായിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു നയവും തത്വവും ഒക്കെ. അത് ചില അറബ് രാജ്യങ്ങളും അതിൽ പങ്കാളികളാവുന്നുണ്ട്. നമസ്കാരം, ഞാൻ സുദർശനൻ കൊല്ലം. എനിക്കിന്ന് ചില കാര്യങ്ങൾ ലോക ജനതയോട് ചോദിക്കാനുമുണ്ട്, ചിലതെനിക്ക് പറയാനുമുണ്ട്. എനിക്ക് കുറെ കാലമായിട്ട് ചോദിക്കണം, പറയണമെന്നുണ്ട്. പക്ഷേ ചില കാരണങ്ങൾ, ചില സാങ്കേതികപരമായ കാരണങ്ങൾ കൊണ്ട് അതിനുള്ള സമയം കിട്ടാതെ പോയി. എന്നെ മാനസികപരമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ച ലോകത്തിലെ ചില കാര്യങ്ങൾ ഉണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ പോലീസാണ് എന്ന് സ്വയം ചമഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ആണ് അമേരിക്ക. അത് ഇന്നോ ഇന്നലെയല്ല, വളരെ കാലങ്ങൾക്ക് മുമ്പേ അവരുടെ ഒരു ശൈലിയും രീതിയും അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരു വേളയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഫയലിലുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ നിറവും കാര്യങ്ങളൊന്നും അല്ല പറ, പക്ഷെ എനിക്ക് എഴുതേണ്ട രീതി വരുമ്പോൾ ഞാനത് എഴുതുന്നു. അതൊക്കെക്കാരൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു വൻ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുക, അല്ലെങ്കിൽ നേരിടേണ്ടി വരും. അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. അവരുടെ സുഹൃത്ത് രാജ്യങ്ങളുമായി സംസാരിച്ച് അവർ പറയുന്ന വാക്ക് കേട്ടാൽ ഒരു പക്ഷേ അമേരിക്ക യുദ്ധം ചെയ്യാതെ തന്നെ ജയിച്ചതിന് തുല്യമാവും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഒബാമയ്ക്ക് ശേഷം ട്രംപ് വരുന്നത്. ട്രംപ് വന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കവെയാണ് ഇങ്ങനെ തന്നെ ഒരു സംഭവം ഉണ്ടായത്. അപ്പം യുദ്ധം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി അവരുടെ സുഹൃത്ത് രാജ്യങ്ങളുമായി ചർച്ച ചെയ്തു അത് ഇല്ലാതാകുകയും ചെയ്തിട്ടുണ്ട്. ഏത് രാജ്യമായിട്ടെന്നുള്ളതെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും ലോക ജനതയ്ക്ക് അറിയാം, അറിവുള്ളതുമാണ്. എലക്ഷൻ വരുന്നു, ഇദ്ദേഹം ബൈഡൻ അവിടെ ഇലക്ഷന് നിൽക്കുന്നു, ട്രംപും നിൽക്കുന്നു. ട്രംപിൻ്റെ അമിതമായ ഒരു അലസതയും അമിതമായ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു പക്ഷേ ബൈഡൻ അവിടെ അത് മുതലെടുക്കാൻ സാധ്യതയുണ്ട്. അത് ബൈഡൻ അവിടെ വിജയിച്ച് കയറാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ബൈഡൻ ജയിച്ചു, ട്രംപ് തോറ്റു. വീണ്ടും അവിടെ ഒരു ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ബൈഡനെ പോലെ വൃദ്ധനായ ഒരു മനുഷ്യൻ അമേരിക്ക ഭരിക്കാൻ പോരാ, കെൽപ്പില്ല. അവിടുത്തെ ജനങ്ങൾ കുറെ സ്മാർട്ടായ കെൽപ്പുള്ള ആൾക്കാരെ വേണം തിരഞ്ഞെടുക്കേണ്ടത്. അതിന് ട്രംപ് പ്രാപ്തനാണ്, ട്രംപ് കഴിവുള്ളൊരു നേതാവാണ്, അവരുടെ രാജ്യത്തിനെ വളരെ ആത്മാർത്ഥമായി കാണുന്ന ഒരാളാണ്. ഇന്ത്യയെ നരേന്ദ്രമോദിജി എങ്ങനെ കാണുന്നു അതുപോലെ അവരുടെ രാജ്യത്തെയും കാണുന്ന ഒരാളാണ് ട്രംപെന്നും. അയാൾ ജയിച്ചു വന്നതിന് ശേഷം നരേന്ദ്രമോദിജിയായിട്ട് നല്ല ബന്ധം വെക്കും. പക്ഷെ ചില സമയങ്ങളിൽ ട്രംപുമായിട്ട് ചില വരശലും സൗന്ദര്യപ്പണക്കം ഉണ്ടാകേണ്ടി വരും എന്ന് വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുമുണ്ട്, പല ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇപ്പൊ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തിടയ്ക്ക് ഒരു ചെറിയ രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും അവരുടെ ഭാര്യയും ഇവര് അവിടെ ചെന്ന് പിടിച്ചവരുടെ രാജ്യത്ത് കൊണ്ടുപോയി. ആ രാജ്യത്ത് ആ പ്രസിഡന്റ് എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതല്ല, അങ്ങനെ പിടിച്ചോണ്ട് പോയത് ശരിയോ തെറ്റോ ഞാൻ ലോക ജനതയോട് ചോദിക്കുന്നു. അന്ന് ഇവിടുത്തെ മിടുക്കരായ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ഇവിടുത്തെ എന്തെങ്കിലും എവിടെങ്കിലും ഉണ്ടായ അപ്പ കൊട്ടിഘോഷിക്കുക, മോദിയുടെ നാവൊന്ന് അനക്കിയാൽ അപ്പ കടന്ന് കയറ് പൊട്ടിക്കുകയും ചെയ്യുന്ന ഉണ്ടായിരുന്നല്ലോ. അന്നെല്ലാവരും ഇവിടെ പോയിരുന്നു. അന്ന് ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. അതെന്തധികാരം അമേരിക്കയ്ക്ക് അങ്ങനെ ചെയ്യാൻ? അതുപോലെ തന്നെ ഇസ്രായേലിന്റെ കാര്യം, കാലം എത്ര കഴിഞ്ഞു, ഇസ്രായേലിനെ 4 ചുറ്റിനും വളഞ്ഞിട്ട് അദ്ദേഹം അവരെ ഉപദ്രവിക്കുന്നു. ഒരു വേളയിൽ യുദ്ധ നിയമങ്ങൾ അതെല്ലാം കാറ്റിൽ പറപ്പിച്ചു.
കൊണ്ട് അവരെ എന്തർത്ഥത്തിലാണ്, ഏതർത്ഥത്തിലാണ് ആ രാജ്യത്തിലെ മിലിറ്ററിക്കാരെല്ലാം ലീവിലായിരുന്ന സമയത്ത് ഇവരോട് ക്രൂരത കാണിച്ച് അവിടെ ഇടിച്ചു കയറി അവിടുത്തെ ജനങ്ങളെ കൊല്ലുകയും മാരകമായി അവരെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് നഗ്നരാക്കിയൊക്കെ ഇട്ടത് എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അന്ന് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും ലോക ജനത എവിടെ പോയിരുന്നു? അന്ന് ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. ഇന്ന് 4 ചുറ്റിനും വളഞ്ഞിട്ട് അവരെ അടിക്കുമ്പോഴും അവർ പിടിച്ചു നിൽക്കുന്നത് അവരുടെ ഈശ്വരദീനം ഒന്നുകൊണ്ട് മാത്രമാണ്, മാൻ പവർ ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലേ? ശരിയോ തെറ്റോ ഞാൻ ചോദിക്കുന്നത്? അപ്പോഴ് ഈ ട്രംപ് ഇപ്പം ഈ ഒരു ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറായി ഈ യുദ്ധങ്ങൾ ചെയ്യുന്നു. മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഒരു യുദ്ധം ഇവിടെ നടക്കുക എന്ന് പറഞ്ഞ് നിസ്സാരമല്ല. ഒരു യുദ്ധം നടക്കുമ്പോൾ ഏത് രാജ്യമാണ് യുദ്ധം ചെയ്യുന്നത്? അവരുടെ എത്രയോ വർഷം പിന്നിലോട്ടാണ് അവർ രാജ്യം പോകുന്നത്, അല്ലെങ്കിൽ ലോകം പോകുന്നത്. അതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലായിരുന്നു. ഇറാനും ഇറാഖും തമ്മിൽ 8 വർഷത്തിന് മുകളിൽ യുദ്ധം ചെയ്തു. അവരെന്ത് നേടി? അവരുടെ കുറെ നിരപരാധികളെ കൊന്നൊടുക്കാനും കുറെ പ്രകൃതിക്ക് ദോഷം തട്ടുന്ന കാര്യങ്ങൾ ചെയ്തു വെക്കാനും പറ്റി. അതിനപ്പുറം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്ന നിസ്സാരമായ ഒരു രാജ്യമായിട്ട് എനക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അങ്ങനെ കാണാനും പാടില്ല. ഇറാന്റെ മോളിൽ ചൊറിയാൻ ചെന്നപ്പോൾ ഇറാൻ ഇപ്പൊ ഏതൊരു രാജ്യമായാലും അമിതമായി ഉപദ്രവിക്കാൻ ചെന്നപ്പോൾ അതിന് അവർ തന്നെ നേരിടുന്നു. പക്ഷേ അമേരിക്ക ഈ ഒരു ആക്രമണം നടത്തിയപ്പോൾ ഉണ്ടായ പ്രയാസങ്ങളും വിഷമങ്ങളും നിസ്സാരമല്ല ലോകത്തിന്. അത് മനസ്സിലാക്കേണ്ടതാണ്. ഇല്ലേ? അവിടെ മുതലെടുത്തതാരാ? ചൈനയില്ലേ മുതലെടുത്തത്? അവരുടെ കുറെ ആയുധങ്ങൾ വിറ്റഴിച്ചു. റഷ്യ അമേരിക്കയെ പോലെ തന്നെ ഒരുപക്ഷെ അമേരിക്കയിൽ ഒരു പടി മുൻപിൽ തന്നെ എല്ലാ മാൻപവർ ഉള്ളവരാണ്. പക്ഷെ അമേരിക്കയാണ് വലിയവരെന്ന് പറഞ്ഞ് അവർ നിൽക്കുന്നു. പക്ഷെ റഷ്യക്ക് അത് ചോദ്യം ചെയ്യാൻ കഴിയാതെ പോയത് എന്താണ്? ഇന്ന് ഇറാനിൽ ഇങ്ങനൊരു യുദ്ധം നടക്കുന്നു, അമേരിക്കയായിട്ട് യുദ്ധം നടക്കുന്നു. ചിന്തിക്കേണ്ടുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട്. വളർന്നു വരുന്ന തലമുറകൾ ഇവിടെ എന്തെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളുമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ജീവിച്ചിരിക്കുന്നവർ എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിക്കുന്നത്. അറബ് രാജ്യത്ത് മുഴുവനും ആക്രമണം ഇറാൻ നടത്തുന്നു. അമേരിക്ക സഹായിക്കുന്നവരെല്ലാം അവർ ആക്രമിക്കുന്നു. അത് ഇറാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. അതിനെ ന്യായീകരിക്കാൻ എന്നെ കിട്ടില്ല, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നില്ല. അറബ് രാജ്യത്തിനോട് എനിക്കൊരു അപേക്ഷയുള്ളൂ. അറബ് രാജ്യത്തിനോട് പറയണം, നിങ്ങൾ ഇവിടെ മതത്തെ വളർത്താനും അല്ലെങ്കിൽ മറ്റു ആൾക്കാരെ ഇതാക്കാനും വേണ്ടി നിങ്ങളുടെ പണം അനാവശ്യമായി വിനിയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ പണത്തെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ വരും കാലങ്ങളിൽ നിങ്ങളുടെ പൗരന്മാർക്ക് അത് ആവശ്യമായി വരും. ഇനിയെങ്കിലും നിങ്ങൾ പാഠം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ലോകത്തിൽ ഉള്ള ഓരോരുത്തര് അവിടെ അത് വേണം, ഇവിടത് വേണം, അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വാരിക്കോരി അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ ബുദ്ധിമുട്ടുള്ള പട്ടിണിപ്പാവങ്ങളെ നിങ്ങൾ സഹായിക്കുക, നിങ്ങൾക്ക് പുണ്യം കിട്ടും. അല്ലാതെ ഇവിടെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം വാരി ചെലവഴിക്കാതെ, അല്ലെങ്കിൽ ഭാരതത്തിന് ഇന്ത്യക്ക് എതിരെ യുദ്ധം ചെയ്യുന്നവർക്ക് കുറെ പണം കൊടുത്ത് സഹായിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ പൗരന്മാരെ സ്നേഹിക്കുക. നിങ്ങളുടെ പൗരന്മാരെ ഭദ്രമായി നിങ്ങൾ ഇരുത്തുക. വരും കാലങ്ങളിൽ നിങ്ങൾക്ക് ആ ധനം നിങ്ങൾക്ക് ആവശ്യം. എനിക്കറിയാം 1984 മുതൽ ഞാനൊരു വിദേശ ജീവിതം നടത്തിയവൻ. എനിക്കറിയാം അറബ് രാജ്യങ്ങൾ ആർക്കെല്ലാം പണം അവിടെ ഉപയോഗിക്കുന്നെന്നുള്ളതും ആർക്കെല്ലാം കൊടുക്കുന്നെന്നും ആരെ പരാജയപ്പെടുത്താൻ, ഭാരതത്തിന്റെ ഉന്മൂലനത്തിന് വേണ്ടി, ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി എത്രയോ കോടിക്കണക്കിന് തുക ഈ അനാവശ്യമായ ആൾക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ ഇവരുടെയൊക്കെ കാര്യത്തിന് എന്താ മുന്നിട്ട് ഇവരാരും വരാഞ്ഞെന്താണ്? അമേരിക്ക എവിടെ പോയിരുന്നു? ഇന്ത്യ എത്ര പ്രാവശ്യം ദ്രോഹിച്ചു? അല്ലെങ്കിൽ അതെല്ലാം ലോകത്തിന് എന്തെല്ലാം വേദനകൾ ഉണ്ടാക്കി വെച്ചു? അമേരിക്ക ചെയ്തു. ലോക ജനതയ്ക്ക് വിനാശം വിതയ്ക്കുന്നതും അവർക്ക് അവരുടെ തലവേദനപ്പെടുത്തുന്നവരും അല്ലെങ്കിൽ അശാന്തി പരത്തുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവരാരാണെന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കൂ. അതിന് ലോക ജനത കൈയടിക്കും. ഓരോ സാധാരണപ്പെട്ടവരും കൈയടിക്കും. അല്ലാതെ ഇന്ത്യക്ക് പ്രയാസങ്ങളും വിഷമവും നടത്തുന്ന രാജ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുക അതല്ല ചെയ്യേണ്ടത്. പാകിസ്ഥാൻ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾ എന്തൊക്കെയാണ് ഇല്ലേ? അഫ്ഗാനിസ്ഥാൻ എന്തുമാത്രം മാരകമായി അവരെ പീഡിപ്പിക്കുന്നു. അത് കണക്ക് തന്നെ ബംഗ്ലാദേശില് നിരപരാധികളായ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ സമയത്ത് അന്നവിടെ പോയിരുന്ന ഈ ട്രംപ് അല്ലെങ്കിൽ ഈ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ, ഈ ബുദ്ധിജീവികൾ എവിടെ പോയിരുന്നു?
അതൊന്നും ആരും കണ്ടില്ലേ? ഈ ബംഗ്ലാദേശിലെ അയാൾക്ക് എന്തിനു വേണ്ടിയാണ് നോബൽ സമ്മാനം കൊടുത്തത്? ആ നോബൽ സമ്മാനം തിരിച്ചു വാങ്ങണം. ഏതർത്ഥത്തിലാണ് അയാൾക്ക് ഈ നോബൽ സമ്മാനം കൊടുത്തത്? ഇന്ത്യയുടെ ക്രൂരത കാണിക്കാനോ, അല്ലെങ്കിൽ ഇന്ത്യയെ പിന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയോ? അമേരിക്ക ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അമേരിക്കയുടെ ഇനി ഞാൻ ഒരു കാര്യം പറയാണ്, ട്രംപിനോട് പറയാണ്, ട്രംപ് അവിടെ ജയിച്ചത് ചുമ്മാ അങ്ങ് ജയിച്ചതാണെന്ന് കരുതരുത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങളും കാര്യങ്ങളും പലരും നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ട്രംപ് ഇനി ഈ കണക്കിന് പോയാൽ, ഈ ലെവലിൽ പോയാൽ അമേരിക്കയുടെ നിലനിൽപ്പിന് തന്നെ വിനാശമാണ്. ഈ യുദ്ധം ഉടനെ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ വിനാശം സുനിശ്ചിതമാണ്. ഈ ഒന്ന് മനസ്സിലാക്കണം, ലോക ജനതകൾ ഒന്നടങ്കം ചിന്തിക്കേണ്ടെന്നൊരു കാര്യമുണ്ട്. കാര്യം ആരാണ് ഈ ലോകത്തിന് അശാന്തി പരത്തുന്നത്? അവരെ ഒറ്റപ്പെടുത്തും നിങ്ങൾ. അമേരിക്കയെ നല്ലത് പറയുമ്പം ഈ മുഖത്തിന് ചിരി വരികയും അവരെ കുറ്റം പറയുമ്പോൾ നെറ്റിച്ചുളിയും ചെയ്യുന്ന ആൾക്കാരോടെ കേൾക്കാൻ പറയാണ്, നിങ്ങളും മാറണം, നിങ്ങളും മാറ്റണം കാര്യങ്ങൾ. ട്രംപ് ഇങ്ങനെ ഈ മാതിരിയുള്ള ദ്രോഹങ്ങൾ ചെയ്തു. വിദേശ അറബ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന എത്രയോ വിദേശികളുണ്ട്, എത്രയോ രാജ്യത്തുള്ള ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളെ മലയാളികൾ, അവരുടെയൊക്കെ നല്ല പ്രായങ്ങൾ, നല്ല യൗവനങ്ങൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് അവിടുത്തെ പൗരന്മാർക്ക് പോലും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും തൊഴിലും കൊടുത്ത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ മനസ്സെന്തേ? ഈ ട്രംപ് എന്താ ഇതൊക്കെ കാണാതെ പോകുന്നു? അവരെന്തെല്ലാം മേഖലകളിൽ എത്രയോ ജനങ്ങൾക്ക് അവിടെ അവർ തൊഴിൽ കൊടുക്കുന്നു അല്ലേ? എത്രയോ പേർക്ക് അവരുടെ ഒരു കുടുംബം പുലരാൻ വേണ്ടി അവർക്ക് ജോലി കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം പടുത്തുയർത്തി അവരെന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും. അവർക്ക് നേരെ ചൊവ്വൻ ആഹാരം കഴിയാനോ ഉറങ്ങാനോ പോലും കഴിയാത്തവരുണ്ടാകും. ആരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അവരുടെ ബിസിനസ്സിനെ എല്ലാം ബാധിച്ചില്ലയോ ട്രംപ് ഒറ്റൊരുത്തം വിചാരിച്ചപ്പോൾ? ട്രംപിന്റെ ഉദ്ദേശം എന്താണ് ഉദ്ദേശം? ഇതൊരു നല്ല ഉദ്ദേശമല്ല. ട്രംപിന്റെ അഹങ്കാരം ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് ട്രംപ് താഴെ വന്നേ പറ്റൂ. ലോകത്തിനൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന തരത്തിൽ കൂടെ ഇനി യുദ്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. ഇനി ഒരു കാര്യം ചെയ്യേണ്ടത്, ഒരു രാജ്യവും അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. ഒരു യുദ്ധം ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഒരു വിങ് ഉണ്ടാക്കിയെടുക്കണം. അവരുമായി കൂടി ആലോചിച്ച് എന്താണ് അതിൻ്റെ കാരണം, എന്താണ് കാര്യം എന്ന് ആദ്യം അറിഞ്ഞ് അതിനുശേഷം മാത്രമേ ഒരു യുദ്ധം. പക്ഷെ അത് മാത്രമല്ല, അത്ര കണ്ട് ഭീകര അന്തരീക്ഷം ഒരു രാജ്യത്തിന് മറ്റേതെങ്കിലും സംഘടനകളോ വ്യക്തികളോ രാജ്യമോ ചെയ്താൽ ഒരു മുന്നറിയിപ്പില്ലാതെ അവരെ ഇന്മൂലനം ചെയ്യുന്നതിന് ഒരു മടിയും വിചാരിക്കേണ്ട, ഒരു പ്രശ്നവും ഇല്ല. അതിനാരും തടയത്തില്ല, ആരും ഒരു തെറ്റും പറയില്ല. സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിനോ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിന്റെ പൗരന്മാരെ സംരക്ഷിക്കേണ്ട ആ രാജ്യം ഭരിക്കുന്ന ആൾക്കാരാണ്. അവരെ കടന്നു കയറി ആക്രമിക്കാൻ വരുന്ന ഒരു ശക്തികളെയും ബാക്കി വെക്കാനും പാടില്ല, ബാക്കി വെക്കരുത്. അതാണ് വേണ്ടുന്നത്. സമാധാനം ആവശ്യമാണ്. അടിക്കടിയെങ്കിൽ അങ്ങനെ കൊടുത്തു വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. ട്രംപ് കാണിക്കുന്നത് എന്താണ്? ട്രംപ് കാണിച്ചിരിക്കുന്നത് എന്തോ ഒരു ക്രൂരമായ വിനോദമാണ് കാണിച്ചിരിക്കുന്നത്. അറബ് രാജ്യത്ത് എത്രയോ പാവങ്ങൾ വർഷങ്ങളായി കിടന്ന് കഷ്ടപ്പെട്ട് അവരുടെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ചു അവരവിടെ പോയി കഷ്ടപ്പെടുന്നു. അവരുടെ കുഞ്ഞു കുട്ടികളെല്ലാം അവിടെ പഠിക്കുന്നു, ജീവിക്കുന്നു എല്ലാം ഇല്ലേ? എനിക്ക് ദുബായിയോടും അബുദാബിയോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, അവിടുത്തെ ഭരണാധികാരികളോട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ആ രാജ്യത്തിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്. ഏറ്റവും കൂടുതൽ മലയാളികൾ അവരെയൊക്കെ സ്നേഹിക്കുന്നതാണ്. അവിടെയൊക്കെ കഷ്ടപ്പെടുന്ന, അവിടെയൊക്കെ ഒരുപാട് ആ രാജ്യമേ എന്നും പറഞ്ഞ് വിയർപ്പൊഴുക്കുന്ന വ്യക്തികളുടെ പ്രയാസങ്ങൾ കണ്ടറിയണം. അവരുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ക്ലേശങ്ങളും അത് നിങ്ങൾ കൂടി അത് പരിഹരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആവശ്യമില്ലാത്തടത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഇറാൻ കയറി നിങ്ങളെ ആക്രമിക്കാനുള്ള കാരണം ട്രംപിന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ടല്ലേ? നിങ്ങളുടെ അടുത്ത് തീർത്ത് പറയാണ്, നിങ്ങളുടെ പണം ഒരുപാട് അനാവശ്യമായിട്ട് നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. അത് നല്ലതുപോലെ എല്ലാവർക്കും അറിയാം, എന്ന പോലെ എനിക്കും അറിയാം. പറയാൻ മനസ്സിലായി. ഇവിടെ നമുക്ക് വളരേണ്ടുന്ന മതമല്ല, മനുഷ്യരാശികളെയാണ് വളർത്തേണ്ടുന്നത്. നിങ്ങൾ ആ പണം ഇനി മേലിൽ ആവശ്യമില്ലാത്ത ചെലവാക്കുക, നിങ്ങളുടെ പൗരന്മാർ കൊടുക്കുക. അതുപോലെ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ രാജ്യത്ത് പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്തി നിരവധി പേർക്ക് ജോലി കൊടുക്കുന്ന അവർക്കൊരു വീഴ്ച വരുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ ആ ധനം ഉപയോഗിക്കുകയും അവരെ സഹായിക്കുകയും അവരെടുത്തിരിക്കുന്ന ലോണും മറ്റു കാര്യങ്ങൾ നിങ്ങൾ എഴുതിത്തള്ളു, നിങ്ങൾ ഉപകാരങ്ങൾ ചെയ്യും. അതാണ് വേണ്ടുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളതെന്ന് പറഞ്ഞാൽ ഈ യുദ്ധം കൊണ്ട്, ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം കൊണ്ട് ഇവിടെ സംഭവിച്ചത് എന്താണ്? ചൈന കുറെ ആയുധങ്ങൾ വിറ്റഴിച്ചു.
ഇല്ലേ? ഇവിടെ റഷ്യയും മൗനം പാലിച്ചു, പല രാജ്യങ്ങളും മൗനം പാലിച്ചു. എന്തിനു വേണം? അത് കണക്ക് തന്നെ ഇറാനോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇറാൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അതും ഒരു നല്ലത് ഇതല്ല. കാരണം വെച്ചാൽ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ഒരു യൂതന്മാരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാമെന്നോ, അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രത്തിലുള്ള ഹിന്ദുക്കളെ മൊത്തം ഉന്മൂലനം ചെയ്ത് കളയാമെന്നോ? ഇതൊക്കെയാണോ നിങ്ങളുടെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിക്കൂട്ടി നിങ്ങളെ ആയുധപ്പുരകളിൽ നിറയ്ക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? നന്മയ്ക്കാണെങ്കിൽ വേണ്ടിയില്ല, ദ്രോഹത്തിനല്ലേ? അതുകൊണ്ട് ലോകത്തിന് നന്മയും സമാധാനവും സന്തോഷം പടുത്തുയർത്തേണ്ടെന്ന ഓരോ വ്യക്തികളുടെയും കടമയാണ്. അമേരിക്കൻ ജനതയോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളത്, അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ ഒരു കാരണവശാലും ട്രംപിനെ പോലെ ഉള്ള ഒരാള് പ്രസിഡന്റ് ആവാൻ പാടില്ല. കാരണം ട്രംപ് ഈ ഒരുപാട് വിനാശം വിതച്ചിട്ടുണ്ട്, ഒരുപാട് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനെല്ലാം കൈകടത്തി ലോകത്തെ ഓരോ രാജ്യത്തിനെയും മൃഗീയമായ മാരകമായ വേദന അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഓരോ ടാക്സും അത് ടാക്സ് ഈ ടാക്സ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? എന്തെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളാണ്. അവർ വിചാരിക്കുമ്പം അത് ഉപരോധം ഏർപ്പെടുത്തുക, അതൊക്കെ എന്താ? ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു അറുതി ഇതിനൊക്കെ വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ലോക ജനത എന്താണേലും ഇതിനെല്ലാം ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. എല്ലാം സമാധാനപരമായി മുന്നേറണം എന്നാണ് എൻ്റെയും ആഗ്രഹം. അതുകൊണ്ട് ഇനിയെങ്കിലും ലോകത്തൊരു യുദ്ധം, ഈ മാതിരി യുദ്ധം നടക്കാൻ പാടില്ല. ഈ ജീവിച്ചിരിക്കുന്നവർക്ക് സമാധാനമായിട്ട് ജീവിക്കണം, എനിക്കും സന്തോഷമായിട്ട് ജീവിക്കണം, ലോകത്തെ ജനതയ്ക്കും ജീവിക്കണം. വരും തലമുറകൾക്ക് അശാന്തി പരത്തുന്നതായിരിക്കരുത് ഭരണകൂടങ്ങൾ. ഇവിടെ യുദ്ധവും പ്രശ്നങ്ങളും ഉണ്ടായി ഈ പ്രകൃതിക്ക് തന്നെ വലിയ ദോഷങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, അമേരിക്കയിലെ ലോകത്തിന്റെ പോലീസായി ചമഞ്ഞ് വല്ല രാജ്യത്തും കയറി അവരുടെ പ്രസിഡന്റിനെ, അവിടുത്തെ അയാളുടെ ഭാര്യയൊക്കെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ വളരെ തെറ്റുള്ള കാര്യമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകാരോഗ്യ സംഘടനയോട് ഞാനൊന്ന് ചോദിക്കുകയാണ്. അന്ന് അമേരിക്ക ആ പ്രസിഡന്റിനെയും ഭാര്യയും കൈവലങ്ങ് വെച്ച് കൊണ്ടുപോയി. അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നും അല്ലെങ്കിൽ എന്താണെന്ന് ലോകത്തിന് അറിയാൻ കഴിഞ്ഞില്ല. ആരോഗ്യ സംഘടനകൾ എവിടെ പോയിരുന്നു? നിങ്ങൾ അതേക്കുറിച്ച് അന്വേഷിച്ചോ? എന്തൊരു ക്രൂരതയാണ് ട്രംപ് കാണിച്ചത്! ഏത് തരത്തിൽ അവൾ എന്ത് തെറ്റോ ചെയ്യട്ടെ, അവരുടെ രാജ്യത്തിന് വേണ്ടി ചിലപ്പം അദ്ദേഹം കർക്കശമായ തീരുമാനം എടുത്തതാണ്. അതിന് ട്രംപ് ഇതാവേണ്ട ആവശ്യം. ട്രംപ് ചെയ്യേണ്ടത് ആരെയാണ്? ഈ ലോകത്തിന് അശാന്തി പരത്തുന്ന വ്യക്തികളെ കണ്ടെത്തി കയ്യാമം വെച്ച് അവരെ ഉന്മൂലനം ചെയ്യുകയാണ് വേണ്ടെന്ന്. പാകിസ്ഥാനെ പോലുള്ള രാജ്യത്തെ അവിടെ ഭരിക്കുന്ന അഹങ്കാരികളെ നിലയ്ക്ക് നിർത്തുകയാണ് വേണ്ടെന്ന്. ബംഗ്ലാദേശിലെ ആ നീചത്തരം കാണിച്ച് നോബൽ സമ്മാനം അർഹതയില്ലാത്ത ഒരുത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത് അവനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അതുപോലെ പല രാജ്യങ്ങളും ഉണ്ട് അഹങ്കാരത്തിന് അല്ലെങ്കിൽ മതത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നേറുന്ന. മറ്റാർക്കും ജീവിക്കണം. ഇന്ത്യയെ ആര് ദ്രോഹിക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ സഹായിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു നയവും തത്വവും ഒക്കെ. അത് ചില അറബ് രാജ്യങ്ങളും അതിൽ പങ്കാളികളാവുന്നുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞുമാണെങ്കിൽ. ഇതൊക്കെ നമുക്കറിയാം, അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് പറയുകയാണ്, ലോകത്തിന് ശാന്തിയും സമാധാനവും സന്തോഷമാണ് വേണ്ടെന്ന്. പിറന്ന് വീഴാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അശാന്തി ഉണ്ടാവാതെ ശാന്തിയോട് ജീവിക്കണം. ഈ വരും തലമുറകൾക്ക് നല്ല സമാധാനവും സന്തോഷവുമായി ജീവിക്കണം. അറബ് രാജ്യത്ത് ജോലികൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരെയും അവിടെ പ്രസ്ഥാനങ്ങൾ നടത്തി മുന്നേറുന്നവരെയും ഒരു കാരണവശാലും വേദനിപ്പിക്കുക. ഈ യുദ്ധത്തിന്റെ പുറകിൽ ഒരുപാട് തന്ത്രപരമായ ചിന്തകൾ ഉദിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കുതിച്ചുയർന്നുകൊണ്ട് പോന്നു. അപ്പം ഇന്ത്യയെ ഏത് തരത്തിൽ നോക്കിയിട്ടും ട്രംപിന്റെ ഒരു ബുദ്ധിയും മോദിജിയുടെ മുന്നിൽ വില പോകുന്നില്ല. അപ്പൊ എങ്ങനെയും ഇന്ത്യയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മളാരും പൊട്ടരൊന്നും അല്ല. ഇതിന്റെ പിന്നിൽ ഉന്നം വെക്കുന്നത് ആരെയാണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. അത് ട്രംപിന്റെ ഒരു ജന്മത്തും നടക്കാനും പോകുന്നില്ല. അത് എഴുതി വെക്കുക. ട്രംപ് എന്തായാലും ഈ ഒരു ഇലക്ഷനോടുകൂടി മിക്കവാറും ട്രംപ് ഒരു കാര്യം പറയാം, ട്രംപ് ഈ ലെവലിൽ പോയാൽ ഈ ഭരണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ട്രംപ് വീഴും. അത് ഉറപ്പാണ്. അത് ചിലപ്പോൾ ഒരു ആപത്തായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇയാളെ ഭരണകൂടത്തിൽ നിന്നുള്ള പ്രഷർ ഉണ്ടായിരിക്കും, അല്ല എന്തെങ്കിലും. പക്ഷേ ഇതിനൊന്നും ഇടവെക്കാതെ ഈ ആരോഗ്യസ്ഥിതി നോക്കി എവിടെങ്കിലും പോയി റെസ്റ്റ് എടുക്കാൻ നോക്കുന്നതായിരിക്കും ട്രംപിന് ഇനി നല്ലത്. ആവശ്യമില്ലാതെ യുദ്ധം എത്രയും പെട്ടെന്ന്, ഞാൻ ശക്തമായി പറയുന്നു, അമേരിക്കൻ പൊതുജനങ്ങളോട് പറയാണ്, നിങ്ങളുടെ പ്രസിഡന്റിനെ നിലയ്ക്ക് നിർത്തൂ. നിങ്ങളുടെ പ്രസിഡന്റ് ഈ യുദ്ധം മുന്നോട്ട് ഇനി കൊണ്ടുപോയാൽ നിങ്ങൾ വൻ വില കൊടുക്കേണ്ടി വരും. ലോക ജനതയുടെ മുന്നിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നാറും.
അത് സംശയമില്ലാത്ത കാര്യം. ഞാനാണ് പറയുന്നത്. അമേരിക്കയ്ക്ക് നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം താന്നെന്ന് വിചാരിച്ചൊരു വിഷമവും ഇല്ല. നിങ്ങൾ ഇറാനുമായി യുദ്ധം ചെയ്യുന്നതും നിർത്തലാക്കുക. അതുപോലെ തന്നെ ഞാൻ ഇറാനോടും പറയാണ്, നിങ്ങളുടെയും അമിതമായ അഹങ്കാരം, ആ അഹങ്കാരം നിങ്ങളും നിർത്തിക്കോണം. നിങ്ങളും നിർത്തി ലോക ജനതയെ മാനിക്കണം, ലോകത്തെ മാനിക്കണം. നിങ്ങളൊന്നും ഒരു വലിയ സംഭവങ്ങളൊന്നുമല്ല. കൂടുതൽ അഹങ്കാരം ഒന്നും പാടില്ല. ആവശ്യത്തിന് അഹങ്കരിക്കുക. ഇറാൻ ഭരണകർത്താക്കളോടും അമേരിക്കൻ ഭരണകർത്താക്കളോടും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിന്റെ ഭരണകർത്താക്കളോടും ഒക്കെ പറയാണ്, അശാന്തി പരത്തരുതും. ശാന്തിയും സമാധാനവും സന്തോഷമാണ് ഇവിടെ വേണ്ടുന്നത്. ഇവിടെ ജീവിക്കണം, മനുഷ്യന് ജീവിച്ചേ പറ്റൂ. നിങ്ങളുടെ വെടിക്കോപ്പുകൾ വിറ്റഴിക്കാൻ മത്സരം കാണിക്കുന്നതിന് വേണ്ടിയല്ല ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശാന്തിയുടെ സമാധാനത്തിന്റെ പാതയിൽ വരിക. ഒരു യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ 100 വട്ടം അവരാലോചിക്കണം. അതുകൊണ്ട് ലോക ജനതയ്ക്ക് സമാധാനം ശാന്തിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കുക. ട്രംപിനാണെങ്കിലും ഇറാൻ പ്രസിഡന്റാണെങ്കിലും ലോകത്തുള്ള ഏത് പ്രസിഡന്റുമാരാണെങ്കിലും ഇവർക്കെല്ലാം നല്ല ബുദ്ധി കൊടുക്കുക. ചൈനയുടെ ഇരട്ടത്താപ്പ്, ഈ കുറുക്കനെ പോലെ നിൽക്കുന്ന ഈ ഒരു തരം താഴ്ന്ന വൃത്തികെട്ട സ്വഭാവം ചൈന നിർത്തിക്കോണം. ചൈനയുടെ ഗുഡായ്പ പരിപാടികളൊന്നും ഇനി വില പോകാനും പോകുന്നില്ല. അതുകൊണ്ട് നേർവഴിക്ക് എല്ലാവരും മാന്യമായി മുന്നോട്ട് പോവുക. മനസ്സിലായില്ലേ? ആയുധങ്ങളില്ലാതെ ഓരോ വ്യക്തികളെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഭൂമിയിൽ പലർക്കുണ്ടെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കി പോകണം. അതുകൊണ്ട് ഞാൻ മാന്യമായിട്ട് പറയാണ്, നിങ്ങളേവരും വിളിക്കുന്ന സുദർശൻ സ്വാമി. ഞാൻ അഹങ്കരിച്ച് പറയുന്നതല്ല, ഹൃദയത്തിന്റെ വേദന കൊണ്ട് പറഞ്ഞതാണ്. എൻ്റെ മനസ്സിന്റെ വേദന കൊണ്ട് പറയാണ്. അറബ് രാജ്യത്ത് ഒരേ പാവങ്ങളും കിടന്ന് കഷ്ടപ്പെടുന്നു, ഒരേ വ്യക്തികളും കഷ്ടപ്പെടുന്നു. പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ മുകളിൽ പോലും ബോംബ് വീഴുകയാണ്. അത് നിർത്തിക്കോണം. അശാന്തി പരത്തരുതും. നിങ്ങൾ ശാന്തി ഉണ്ടാക്കണം, പരസ്പരം ഐക്യതയോടെ പോകണം. വന്നതെല്ലാം വന്നു. ഇനി ഇങ്ങനൊരു യുദ്ധം ലോകത്തുണ്ടാവാതിരിക്കട്ടെ. ഇനി ഒരു യുദ്ധം അമേരിക്ക ഒരു പക്ഷേ ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി വെച്ച് തരുന്നുണ്ട്. ഈ അമേരിക്ക യുദ്ധം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വൻ വിപത്തിലോട്ട്, ഒരു വിനാശത്തിലോട്ട് ഈ ഭൂമി പോകും. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാനാണ് പറയുന്നത്. അമേരിക്ക എൻ്റെ വാക്കിനെ അല്പമെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്പമെങ്കിലും എൻ്റെ വാക്കിന് ഏതെങ്കിലും തരത്തിൽ ഭരണകർത്താക്കളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതിനെ മാനിക്കാൻ കഴിവുണ്ടെങ്കിൽ, മാനിക്കുമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണം. ഇറാന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ഭരണകർത്താക്കളുടെ കാതുകളിൽ എൻ്റെ ഈ വാക്കുകൾ എത്തി നിങ്ങൾക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ ഇതിനകത്ത് തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങളാരും യുദ്ധം നിർത്തിയെന്ന് വെച്ച് ആരും പരാജയപ്പെട്ടിട്ടില്ല. നിങ്ങൾ വലിയ ഒരു ആവത്തതേ ഉള്ളൂ. ലോകത്ത് അശാന്തി പരത്താതെ ലോകത്തിന് ശാന്തിയും സമാധാനം കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. നിങ്ങളെയൊക്കെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ കുറെ വെടിക്കോപ്പുകൾ വിറ്റഴിക്കാൻ പലരും നിന്ന് കുറുക്കന്മാർ നിങ്ങളെ ഊറ്റിക്കുടിക്കാൻ നിൽക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക. അതാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അതിപ്പം അമേരിക്കയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്ക യുദ്ധം ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ രണ്ടു കൂട്ടരോടും പറയുന്നത്, രണ്ടു കൂട്ടരും അല്പം ശാന്തരാകുക. പിന്നെ എടുത്തു പറയാനൊരു കാര്യമുണ്ട്. ഒരു കാരണവശാലും ഇസ്രായേലിന്റെ മുകളിൽ കയറി അവരെ ചൊറിയാനും അല്ലെങ്കിൽ ആ രാജ്യത്തിന് ഉന്മൂലനം ചെയ്യാൻ നോക്കുന്ന ഏത് നീച ശക്തിയാണെങ്കിലും, ഏത് രാജ്യമാണെങ്കിലും അതിനെ ഒരു കാലത്തും മാപ്പ് തരില്ല, മാപ്പ് തരാനും പറ്റില്ല, മാപ്പ് കൊടുക്കത്തുമില്ല. കാര്യം അവരും ഒരു മനുഷ്യരാണ്. അവർ യൂതന്മാരാന്ന് കരുതി അവരെ ഉന്മൂലനം ചെയ്ത് ഇവിടെ എന്ത് നേട്ടം അവിടെ ഉണ്ടാകുമ്പോൾ, എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് നേടേണ്ടത്? ഇവിടെ ജൂതരും ക്രിസ്ത്യാനി ഹിന്ദുവും പാഴ്സിയും ഇവരും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഐക്യതയുമായിട്ടും സന്തോഷമായിട്ടും ഇവിടെ ജീവിക്കണം. അത് ഓരോ ആൾക്കാരും ചിന്തിക്കണം, ഓരോ മതക്കാരും ചിന്തിക്കണം. എല്ലാവരും മനുഷ്യരാണെന്ന്. ആധിപത്യം, മതത്തിന്റെ പേര് പറഞ്ഞ് ആധിപത്യം സ്ഥാപിച്ച് ഇവിടെ വലിയതാവാൻ ഒരു കാലത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം കളഞ്ഞ് ശാന്തരായി അശാന്തി പരത്താതെ നന്മകളുടെ പാതയിൽ ഈശ്വരനെ നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവരവരെ വിശ്വസിക്കുന്ന ഈശ്വരൻ നിങ്ങൾ വലുതായിട്ട് കാണുന്നെങ്കിൽ, ആ ഈശ്വരന്റെ മുന്നേ നിങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങൾ ശാന്തിയുടെ പാത തേടും, സമാധാനത്തിന്റെ പാത തേടും. ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക്, ഇനിയുള്ള ജനിച്ചു വീഴാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ടി നിങ്ങൾ നന്മകൾ ചെയ്യും. നിങ്ങൾക്കും ലോകത്തിനും എപ്പോഴും ശാന്തി ഉണ്ടാവട്ടെ, നന്മയും സമാധാനവും ഐക്യതയും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.